നമസ്കാരം, ടെക് ന്യൂസ് മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. ഗൂഗിൾ ഡോക്സ്, ഷീറ്റ്, സ്ലൈഡ്സ് എന്നീ ആപ്പുകൾക്ക് പുതിയ അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. സ്മാർട്ട് കമ്പോസ്, ലിങ്ക് പ്രിവ്യൂ, വെർട്ടിക്കൽ നാവിഗേഷൻ, ഡാർക്ക് മോഡ്, കമന്റ് ഇന്റർഫേസ് പോലുള്ള അപ്ഡേറ്റ് ആണ് എത്തിയിരിക്കുന്നത്. കാനോണെ മെയ്സ് റാൻസംവെയർ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഈ ഹാക്കിംഗ് കാരണം US വെബ്സൈറ്റ് ഡൗൺ ആയിട്ടുണ്ട്. പിന്നെ ക്ലൗഡ് സ്റ്റോറേജും ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 10 TB ഡാറ്റ അവർ മോഷ്ടിച്ചു എന്നാണ് റിപ്പോർട്ട്. യൂട്യൂബ് പ്രാങ്ക്സ്റ്ററായ അലൻ സ്റ്റേക്കിനും അലക്സ് സ്റ്റേക്കിനുമെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഫേക്ക് റോബറി പ്രാങ്ക് നടത്തിയതിനാണിത്. ടിക്ടോക്ക് അവരുടെ ആദ്യത്തെ യൂറോപ്യൻ ഡാറ്റാ സെന്റർ അയർലൻഡിൽ തുറക്കും. പബ്ജി മൊബൈൽ ബീറ്റ വെർഷനിൽ പുതിയ അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. ഇതിൽ എറങ്കിൾ 2.0 മാപ്പ് വരുന്നുണ്ട്. വാട്സപ്പിന്റെ ബീറ്റ വെർഷനിൽ അഡ്വാൻസ് സെർച്ച് മോഡ് എന്ന ഫീച്ചർ എത്തിയിരിക്കുകയാണ്. യൂട്യൂബ് 2500ഓളം ചൈനീസ് യൂട്യൂബ് ചാനലുകൾ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഡിസ്ഇൻഫോർമേഷൻ കാരണമാണിത്. മൈക്രോസോഫ്റ്റ് എക്സ് ക്ലൗഡ് ഗെയിം സ്ട്രീമിംഗ് ടെക്നോളജിയുടെ ടെസ്റ്റിംഗ് iOSൽ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാം റീൽ ഫീച്ചർ ഒഫീഷ്യലായി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് ടിക്ടോക്ക് പോലെ ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോമാണ്. OnePlus 8 Proയിൽ പുതിയ അപ്ഡേറ്റിൽ പബ്ജിയിൽ 90 FPS സപ്പോർട്ട് എത്തിയിരിക്കുകയാണ്. റിയൽമി 6i, റിയൽമി X3, റിയൽമി X3 സൂപ്പർ സൂം എന്നീ ഫോണുകൾക്ക് പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. ഇതിൽ ജൂലൈ 2020 സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. OnePlus 8, OnePlus 8 Pro, OnePlus Nord എന്നീ ഫോണുകളിൽ ഫേസ്ബുക്കിന്റെ ബ്ലോട്ട്വെയർ ഉണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇൻസ്റ്റാഗ്രാമൊക്കെ ഫേസ്ബുക്ക് ആപ്പ് മാനേജർ സർവീസ് വഴിയാണ് അപ്ഡേറ്റ് ആവുന്നത്. ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴിയാണ് അപ്ഡേറ്റ് ആവേണ്ടത്. ഗൂഗിൾ പിക്സൽ 4, ഗൂഗിൾ പിക്സൽ 4 XL എന്നീ ഫോണുകൾ ഒഫീഷ്യലായിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. G-Shock G-Squad GBD H1000 എന്ന സ്മാർട്ട് വാച്ച് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ബിൽഡ് ഇൻ GPS, ഹാർട്ട് റേറ്റ് സെൻസർ പോലുള്ള ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഇതിന്റെ വില വരുന്നത് 39,995 രൂപയാണ്. ഹാർമൻ കാർഡൻ ഫ്ലൈ സീരീസിൽ വരുന്ന നെക്ക് ബാൻഡ് വയർലെസ് ഇയർഫോണും ട്രൂ വയർലെസ് ഇയർഫോണും ആക്റ്റീവ് നോയ്സ് ക്യാൻസലിംഗ് ഹെഡ്ഫോണും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നെക്ക് ബാൻഡിന്റെ വില വരുന്നത് 5,999 രൂപയും TWSന്റെ വില വരുന്നത് 10,999 രൂപയും പിന്നെ ഹെഡ്ഫോൺസിന്റെ വില വരുന്നത് 20,999 രൂപയുമാണ്. എല്ലാത്തിനും ഇപ്പം 1000 രൂപയുടെ ഓഫ് ഉണ്ട്. പിന്നെ ഫ്ലൈ സീരീസിലെ പ്രോഡക്റ്റ് കൂടാതെ ഹാർമൻ കാർഡന്റെ 4 പോർട്ടബിൾ സ്പീക്കേഴ്സും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് വില വരുന്നത് 7,999 രൂപയാണ്. Asus ROG Zephyrus G14 ലാപ്ടോപ്പ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. AMD Ryzen 9 പ്രോസസ്സറാണ് ഈ ലാപ്ടോപ്പിൽ വരുന്നത്. ഇതിന്റെ വില വരുന്നത് 80,990 രൂപയാണ്. ഇതുകൂടാതെ ROG Zephyrus G15, ZenBook 14, VivoBook S14, VivoBook Ultra K15, VivoBook Ultra 14, VivoBook Ultra 15, VivoBook Flip 15 എന്നീ ലാപ്ടോപ്പുകളും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. MI Beard Trimmer 1C ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 60 മിനിറ്റ് ബാറ്ററി ബാക്കപ്പാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിന്റെ വില വരുന്നത് 999 രൂപയാണ്. സാംസങ് നോട്ട് 20 സീരീസിനും മറ്റ് സാംസങ് ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾക്കും 3 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കുമെന്ന് സാംസങ് അറിയിച്ചിരിക്കുകയാണ്. OnePlus Nordന് ഇന്ത്യയിൽ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. സോണി WH-1000 XM4 എന്ന വയർലെസ് നോയ്സ് ക്യാൻസലിംഗ് ഹെഡ്ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ വില വരുന്നത് $350 ആണ്. അതായത് ഏകദേശം 26,000 രൂപ. OnePlusന്റെ അടുത്ത മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ വരാൻ പോകുന്ന ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന ഫീച്ചറിന്റെ വീഡിയോ OnePlus പുറത്തുവിട്ടിരിക്കുകയാണ്. Oppo A52 എന്ന ഫോണിന്റെ 8 GB റാം വെർഷൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 8 GB റാം വെർഷന്റെ വില വരുന്നത് 18,990 രൂപയാണ്. 6.5 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. സ്നാപ്ഡ്രാഗൺ 665 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോണിന്റെ പിന്നിൽ 12 മെഗാപിക്സലിന്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയുമാണ് വരുന്നത്. ഈ ഫോണിൽ 5000 mAhന്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ പിക്സൽ 5, ഗൂഗിൾ പിക്സൽ 4a 5G എന്നീ ഫോണുകളുടെ പ്രീ ഓർഡർ ഒക്ടോബർ 8 മുതൽ തുടങ്ങുമെന്നാണ് റിപ്പോർട്ട്. OnePlus Clover എന്ന ഫോൺ Geekbench സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സിംഗിൾ കോറിൽ 336 പോയിന്റും മൾട്ടി കോറിൽ 1495 പോയിന്റുമാണ് ഈ ഫോണിന് ലഭിച്ചിരിക്കുന്നത്. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 660 എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. ഈ ഫോണിന്റെ 4 GB റാം വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. റിയൽമി X3 Pro എന്ന ഫോൺ Geekbench സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സിംഗിൾ കോറിൽ 786 പോയിന്റും മൾട്ടി കോറിൽ 2556 പോയിന്റുമാണ് ഈ ഫോണിന് ലഭിച്ചിരിക്കുന്നത്. ഈ ഫോണ് സ്നാപ്ഡ്രാഗൺ 855+ എന്ന പ്രോസസ്സറുമായിട്ട് വരാനാണ് സാധ്യത.
സാംസങ് ഗാലക്സി Z Fold 3 എന്ന ഫോൾഡബിൾ ഫോൺ എന്ന് പറയുന്ന ഒരു ഇമേജ് ലീക്ക് ആയിരിക്കുകയാണ്. ഇതിൽ അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഗൂഗിൾ പിക്സലിന്റെ ഫോൾഡബിൾ ഫോൺ 2021 ഫോർത്ത് ക്വാർട്ടറിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഒരു ഇന്റേണൽ ആൻഡ്രോയിഡ് ഡോക്യുമെന്റിൽ നിന്നാണ് ഇക്കാര്യം മനസ്സിലായത്. പാസ്പോർട്ട് എന്ന കോഡ് നെയിമിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഗൂഗിൾ പിക്സൽ 5 എന്ന ഫോണും ഈ ഡോക്യുമെന്റിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ബാർബറ്റ് എന്ന കോഡ് നെയിമിലാണ് വരുന്നത്. സാംസങ് നോട്ട് 20, നോട്ട് 20 അൾട്ര എന്നീ ഫോണുകളുടെ ഇന്ത്യയിലെ വില അനൗൺസ് ചെയ്തിരിക്കുകയാണ്. നോട്ട് 20യുടെ വില വരുന്നത് 77,999 രൂപയും നോട്ട് 20 അൾട്രയുടെ വില വരുന്നത് 1,04,999 രൂപയുമാണ്. റിയൽമി C12 എന്ന ഫോണ് NBTC, KDN, STPPI, CQC എന്നീ സർട്ടിഫിക്കേഷൻ സൈറ്റുകളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിൽ 6000 mAh ബാറ്ററി വരും. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പോക്കോയുടെ OnePlus നോഡിന് കോമ്പറ്റീഷനായിട്ട് വരാൻ പോകുന്ന ഫോണ് ചിലപ്പോൾ Redmi 10X എന്ന ഫോണിൻ്റെ റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട്.